ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഒരു മുരിങ്ങര തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു അര സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ, ചുവന്നുള്ളി, വെള്ളുള്ളി, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ചതച്ചെടുത്തത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴന്നതിന് ശേഷം നമ്മൾ ഒരു കപ്പ് മുരിങ്ങല ഊരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു തണ്ടുകളൊന്നും കളയണ്ട. കണ്ണിന് ഏറ്റവും ഫലപ്രദമാണ്. എന്നോട് ഡോക്ടർ പറഞ്ഞേക്കണത് മുരിങ്ങല മുടങ്ങാതെ കഴിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും കണ്ണിന് ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. നന്നായിട്ട് ചിക്കി വന്നിട്ടുണ്ട്. 2 കോഴിമുട്ടയിൽ ഒഴിക്കുന്നുണ്ട്, പൊട്ടിച്ചൊഴിച്ചത്. നമുക്ക് നന്നായിട്ട് ഇളക്കി ചിക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങലിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കിത് ഇളക്കാം. ചിക്കി തോർന്നതിന് ശേഷം മുരിങ്ങലിട്ടാൽ മതി. ചിക്കി തോർന്നിട്ടുണ്ട്. നേരത്തെ ഊരി കഴുകി വെച്ച മുരിങ്ങല ഒരു കപ്പാണിത്, ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് മുട്ട കൂടുതൽ ചേർത്താം. ഞാൻ 2 മുട്ട ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു മുരിങ്ങല തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും ചീരയും കൂടി വെച്ചൊരു കറിയുണ്ട്, ചപ്പാത്തി ഉണ്ട്. അതിന് കൂട്ടി അതിനൊപ്പം കഴിക്കാൻ ഈ മുരിങ്ങലയും തോരൻ കൂടിയും തയ്യാറാക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഫോട്ടോ മാത്രം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മുരിങ്ങല തോരനൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഓഫാക്കിയിടാം ഗ്യാസ്. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുരിങ്ങല തോരൻ. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തീരാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത്. ഞാൻ ചീരയും ഉരുളക്കിഴങ്ങും കൂടി വെച്ചൊരു